നമ്മളൊരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. ആ തിയറം യൂസ് ചെയ്യുന്നത് നമ്മൾ ഓർത്തോനോർമൽ ബേസിസിൽ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. കോർഡിനേറ്റ്സ് റിലേറ്റീവ് ടു ആൻ ഓർത്തോനോർമൽ ബേസിസ്, അതിനുവേണ്ടിയാണ് നമ്മൾ ആ തിയറം പ്രൂവ് ചെയ്യുന്നത്. തിയറത്തിന്റെ പ്രൂഫിൽ അത് കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. അപ്പൊ തിയറം ഇതാണ്: സപ്പോസ് ബി ഈക്വൽ ടു set W1, W2, etc. Wn is an orthonormal basis for Rn. If U is any vector in Rn, then U equal to U dot W1 into W1 plus U dot W2 into W2 plus etc. U dot Wn into Wn. അപ്പോൾ ഇതിൽ നമ്മൾ യു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ബി എന്ന് പറഞ്ഞ ഒരു ബേസിസ്, ഓർത്തോനോർമൽ ബേസിസ് ആണ്. ആർഎന്നിന്റെ ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണ് ബി എന്ന് പറയുന്നത്. പിന്നെ ആർഎന്നിലെ ഒരു വെക്റ്റർ ആണ് യു. ആർഎന്നിലെ ഒരു വെക്റ്റർ ആണ് യു. അങ്ങനെയാണെങ്കിൽ ആർഎന്നിലെ ആ യുവിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ ആർഎന്നിലെ ഏത് വെക്റ്ററിനെയും നമുക്ക് ഈ ബേസിസിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് അവിടെ ആ കോൺസ്റ്റന്റ് ടൈമുകൾ കിട്ടും. ഫസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ടൈം ഇൻറ്റു W1 പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ടൈം ഇൻറ്റു W2, അങ്ങനെയാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നത്. അപ്പൊ ആ ടൈമിൽ നോക്കി ആ കോൺസ്റ്റന്റ് ടൈമുകളുള്ള ആ കോർഡിനേറ്റുകളുള്ള ഭാഗത്തല്ലേ ഇവിടെ U dot W1, U dot W2 അതൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അപ്പൊ ഈ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഈ തിയറം യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രൂഫ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അപ്പൊ നമുക്ക് പ്രൂഫ് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് നമുക്കറിയാം ബി എന്ന് പറയുന്നത് ഓർത്തോനോർമൽ ബേസിസ് ആണ്. സിൻസ് ബി ഈസ് ആൻ ഓർത്തോനോർമൽ ബേസിസ്. ഓർത്തോനോർമൽ ബേസിസ് ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഓർത്തോനോർമൽ ബേസിസ് ആണെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആൻഡ് സ്പാൻ ഓഫ് ബി ഈക്വൽ ടു Rn. അപ്പോൾ സിൻസ് ബി ഈസ് ആൻ ഓർത്തോനോർമൽ ബേസിസ്, ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആൻഡ് സ്പാൻ ഓഫ് ബി ഈക്വൽ ടു Rn. അതിനർത്ഥം ഓർത്തോനോർമൽ ആണെങ്കിൽ ഇതിലെ വെക്ടേഴ്സിനെ എടുക്കുക. I നോട്ട് ഈക്വൽ ടു ജെ ഇല്ലാത്ത കേസിൽ വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. I ഈക്വൽ ടു രണ്ട് സെയിം വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ 1 വരും. അത് നമുക്ക് ഓൾറെഡി അറിയാം ഓർത്തോനോർമൽ ബേസിസിന്റെ കേസിൽ. Wi ഡോട്ട് Wj ഈക്വൽ ടു 0 ഫോർ I നോട്ട് ഈക്വൽ ടു ജെ ആണ് ഓർത്തോനോർമലിന്റെ കേസിൽ. ആൻഡ് നോം Wi എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും ഫോർ ഓൾ I ഈക്വൽ ടു 1, 2 എക്സെട്ര. ഇവിടെ n വരെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ഓർത്തോനോർമൽ ആയതുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ആർഎല്ലെ യു എന്ന് പറഞ്ഞ വെക്ടറിനെ കൺസിഡർ ചെയ്യാം. ലെറ്റ് യു ബി എനി വെക്ടർ ഇൻ let u be any vector in Rn. അല്ലെ, യു എന്ന് പറഞ്ഞാൽ Rnലെ ഒരു വെക്ടർ ആയിട്ട് എടുത്തു. നമുക്കറിയാം സ്പാൻ ഓഫ് ബി Rn ആണെന്ന്. നമ്മൾ മുന്നേ കുറെ റിമാർക്കൊക്കെ പഠിച്ച സമയത്ത്, സ്പാൻ ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു. എന്താ, യുവിനെ സ്പാൻ ഓഫ് ബി Rn ആയതുകൊണ്ട് യുവിനെ നമുക്ക് ബിയുടെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും നമുക്കറിയാം അല്ലെ. അപ്പൊ യു ബി എൻ എലമെന്റ് ഇൻ Rn, then since span of B equal to Rn ആയതുകൊണ്ട്
യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ബി ആയിട്ട് എഴുതാം. യു ക്യാൻ ബി written as a linear combination of elements of B. അപ്പോൾ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഹെൻസ് ദർ എക്സിസ്റ്റ് റിയൽ സ്കേലാസ് n സ്കേലേഴ്സ് ഉണ്ടാവും അല്ലെ, k1 k2 etc kn such that u equal to k1 w1 plus k2 w2 plus etc plus kn w n എഴുതാൻ പറ്റും. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഇനി ഫോർ ഈച്ച് I equal to for each I equal to 1 2 etc n u dot w I എടുത്തു നോക്കാം. u dot w I നമ്മൾ ജനറൽ ആയിട്ട് കാണാം. അപ്പൊ u എന്ന് പറഞ്ഞ വെക്ടർ ഇതാണ്, w I എന്ന് പറഞ്ഞത് w I ആയിട്ട് തന്നെ എഴുതാം. അപ്പൊ നമുക്ക് എന്താ വരാം? u എന്ന് പറഞ്ഞത് ഈ വെക്ടർ എഴുതാം, k1 w1 plus k2 w2 plus etc plus kn wn dot wi. ഇത് ഓരോന്നായിട്ട് ഇതിൻ്റെ കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ എന്ത് വരും? k1 into w1 dot wi plus k2 into w2 dot wi plus etc plus kn into wn dot wi. ഇനി ഇതിങ്ങനെ n വരെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു i ഇതിനോട് ഈക്വൽ ആവുമല്ലോ അല്ലെ, ഏതെങ്കിലും i സെയിം ആവും. ഒറ്റ പ്രാവശ്യമല്ല i സെയിം ആവുള്ളൂ. ഫസ്റ്റത്തെ ടൈമിൽ ഇപ്പം w1ഉം w1ഉം ആയിരിക്കും. അപ്പൊ നമുക്കത് 0 കിട്ടും. അടുത്ത w2ഉം w1ഉം w1 ഇപ്പൊ i എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറാന്ന് വിചാരിക്കും. ഇതിനിടയിൽ n-നും 1-നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പറാന്ന് വിചാരിക്കാം. അപ്പൊ i ആയിട്ടാണ് ഇരിക്കുന്നത്. w1ഉം 1 അല്ലാത്ത നമ്പറാണ്. അപ്പൊ നമുക്കത് 0 കിട്ടി. ഇനി ഇത് 2 അല്ലാത്ത നമ്പർ ആയതുകൊണ്ട് അത് 0 കിട്ടി. അങ്ങനെ എക്സെട്ര ഇടയിൽ ഒരു i എന്ന് പറഞ്ഞ നമ്പറിൽ രണ്ടും ഈക്വൽ വരും. ഇവിടെ wi തന്നെയായിരിക്കും, ഇവിടെ wi തന്നെയായിരിക്കും അല്ലെ. ഇവിടെയും wi ഇവിടെ wi വരുമ്പോൾ നമുക്ക് ആ ടൈമിൽ ki ഇൻറ്റു wi ഡോട്ട് wi എന്ന് വരാം. അപ്പൊ അതിന് നോം എന്ന് പറഞ്ഞാൽ എന്താ? wi ഡോട്ട് wi എന്താ? നോമാണ്. wi ഡോട്ട് wi എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. അപ്പൊ ki മാത്രം അവിടെ ഉണ്ടാവും. ബാക്കിയെല്ലാം ശരിയാക്കും. ഒരു ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 8th പൊസിഷനിലുള്ള ആ ടൈം മാത്രമേ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? ki ഈക്വൽ ടു u ഡോട്ട് wi കിട്ടി. ki എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോർഡിനേറ്റുകളല്ലേ അല്ലെ. അപ്പൊ ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. k1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? u ഡോട്ട് w1. k2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? u ഡോട്ട് w2. k3 കണ്ടുപിടിക്കാൻ u ഡോട്ട് w3. അങ്ങനെ എക്സെട്ര kn എന്ന് പറയുന്നത് u ഡോട്ട് wn. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തായി? ഫൈനൽ ആൻസർ ആയി. അതാണ് നമ്മുടെ തിയറത്തിൽ പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടി. then for each I equal to 1 2 3 etc. for each I equal to 1 2 3 etc. u dot wi equal to ki എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 എന്തായി മാറും? ഇക്വേഷൻ 1 ഇതാണ്. ഇപ്പൊ k1ന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം? k1ന്റെ സ്ഥലത്ത് u ഡോട്ട് w1 കൊടുക്കും ഇൻറ്റു w1 അവിടെ ഓൾറെഡി ഉണ്ട്. k2ന്റെ സ്ഥലത്ത് u ഡോട്ട് w2 ഇൻറ്റു w2 പ്ലസ് എക്സെട്ര പ്ലസ് u ഡോട്ട്
WN ഇൻറ്റു WN. ഇതാണല്ലോ നമ്മുടെ റിസൾട്ട്. അപ്പോൾ നമുക്ക് തിയറം പ്രൂവ്ഡായി. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ W നമ്മുടെ ith പൊസിഷനിലാണ് സെയിം ആയിട്ട് വരിക, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലായിടത്തും 0 ആയി വരും. ആ ith പൊസിഷനിൽ K എന്ന് പറഞ്ഞാൽ KI ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ബാക്കി എല്ലാ 0യും ഈ KI മാത്രമായിട്ട് വരുന്നത്. WI എന്ന് പറഞ്ഞാൽ നോ, WI തന്നെയാണ്, അതെന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത്രയും ശ്രദ്ധിച്ചാൽ നമ്മുടെ തിയറം പ്രൂവ്ഡായി. അപ്പൊ ഇനി നമ്മളോട് ഇതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഒരു വെക്ടർ തന്നിട്ട് കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ വെച്ചിട്ട് ഓരോന്ന് ചെയ്താൽ മാത്രം മതി.